കണ്ണൂർ വിഷൻ ചാർജ് ഷീറ്റിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ചാർജ് ഷീറ്റ് ഈ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ഒരു 7 കൊലപാതകങ്ങൾ നടത്തിയ റിപ്പർ നാസറിന്റെ ആ കാലഘട്ടത്തിൽ നൂറ്റാണ്ട് മുമ്പ് 25 വർഷം മുമ്പ് മലയോരത്തെ ഞെട്ടിച്ച സ്ത്രീകളെ വകവരുത്തി അവരെ ബലാത്സംഗം ചെയ്ത് അവരെ കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ കവരുന്ന റിപ്പർ നാസർ എന്ന കൊടും ക്രിമിനലിന് തലശ്ശേരി കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ആ റിപ്പർ നാസറിന്റെ ക്രൂരകൃത്യങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഇന്നത്തെ ചർച്ച ഷീറ്റിൽ. അതിന് നമ്മോടൊപ്പം ചേരുന്നത് ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന സരേഷ് കുമാറാണ്. അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡർ ആയിരിക്കുമ്പോഴാണ് ഒരു കവർച്ചാ കേസിൽ ഇയാൾ പിടിയിലായി നിയമത്തിന് മുന്നിൽ വരുന്നത്. അപ്പോൾ നമുക്ക് റിപ്പർ നാസറിന്റെ ആ ക്രൂരനായ കൊലപാതകിയുടെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും സരേഷ് കുമാറിനും ചാർജ് ഷീറ്റിലേക്ക് സ്വാഗതം. സരേഷ് വക്കീലെ, ഈ ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെയുള്ള ഭീകരന്മാർ ഇന്ന് തുടർച്ചയായി 7 കൊലപാതകം നടത്തിയിട്ട് ഒരുത്തിനും മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു മലയോരത്തിന്റെ ഉറക്കം കെടുത്തിയ ഒരു റിപ്പർ, അദ്ദേഹം 7 പേരെ സ്ത്രീകളെ കൊല്ലുന്നു. ആ കഥ, ആ ഫയൽ താങ്കളുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഫയൽ താങ്കളുടെ മുന്നിലേക്ക് എത്തുന്ന, ആദ്യം ഈ ഫയൽ താങ്കളുടെ മുന്നിൽ എത്തുമ്പോഴുണ്ടാകുന്ന ഒരു ഫീലിംഗ്? 7 കൊലപാതകമാണല്ലോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ കേസിനകത്ത് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തില് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കാസർഗോഡ് വെച്ചിട്ടൊരു തെഫ്റ്റ് കേസാണ്. ഒരു 16 വയസ്സുകാരന്റെ മാല പൊട്ടിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആ കേസിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു എന്നും ഈ ഇരിക്കൂർ പേരാവൂർ മേഖലയിലുള്ള കുറേ കോറികളിൽ, കരിങ്കൽ കോറികളിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. അവിടെ നിന്ന് പിന്നീട് എന്താ വെച്ചാൽ എന്തോ ഒരു ഇൻസിഡന്റ് പേരിൽ ഇയാൾ ഇങ്ങോട്ട് മാറി എന്നൊരു ഹിന്റ് പോലീസിന് കിട്ടുകയാണ്. ഇരിക്കൂർ മേഖലയിലുള്ള കോറികളില് ലോറിയിലെ ഡ്രൈവറായി പ്രവർത്തിക്കുന്നു. പിന്നീട് കാസർഗോഡ് സ്വദേശിയാണ്. തിരിച്ച് കാസർഗോഡേക്ക് വരികയാണ്. അപ്പൊ അയാളുടെ ബാക്ക് ഹിസ്റ്ററി പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മർഡർ, ഒരു കൊലപാതക പരമ്പരകൾ ഇയാൾ നടത്തി എന്നത് പോലീസിന് ബോധ്യപ്പെടുന്നത്. ഈ 7 കൊലപാതകങ്ങൾ, അതായത് മേരി ഉൾപ്പെടെ, മേരി, ലീലാമ്മ തുടങ്ങിയ 7 സ്ത്രീകളെ, ആ 7 സ്ത്രീകളും ഈ 16 വയസ്സുകാരന്റെ മാല പൊട്ടിക്കുന്ന ഇയാളുടെ വീടിന്റെ അടുത്ത് തന്നെയാണോ, അതോ ദൂരമാണോ? അല്ല, ദൂര സ്ഥലത്ത് വെച്ചാൽ. അങ്ങനെ അയാൾ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെടുന്ന വെച്ചാൽ ഈ കുട്ടി കൊടുത്ത ഐഡന്റിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇയാളെ പോലീസ് ചെയ്ത് അറസ്റ്റ് ചെയ്യാണ്. മാല പൊട്ടിച്ച് ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം പിന്നെ ഈ കുട്ടി കൊടുത്ത ഐഡന്റിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഇയാളെ പോലീസ് വയസ്സുകാരൻ നൽകിയ ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ കാസർഗോഡ് പോലീസാണ്. ഓഫീസർ ഓർമ്മയില്ല. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്നു പിടിച്ചത്. അവനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഇയാള് നേരത്തെ എന്താ വെച്ചാൽ ഈ ഭാഗത്ത് ഈ ഇരിക്കൂർ പേരാവൂർ മേഖലയിലാണ് വർക്ക് ചെയ്തതെന്നും അവിടെ എന്ന് വെച്ചാൽ ലോറി ഡ്രൈവറായിരുന്നു എന്നും മനസ്സിലാക്കി. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇതേ സ്വഭാവമുള്ള തെഫ്റ്റ് കേസുകൾ, അതായത് സ്വർണ്ണമാലയാണ് ഇയാളുടെ വീക്ക്നെസ്. അപ്പോൾ സ്വർണ്ണമാല കളവുകയും അതോടൊപ്പം ചില സ്ത്രീകളെ മർഡർ ചെയ്യപ്പെടുകയും ചെയ്തു, മിസ്സാവുകയും ചെയ്തു എന്നൊരു വിവരം കിട്ടുകയാണ്. ഈ 16 ഉപദ്രവിച്ചിട്ടില്ല. ഇല്ല, മാല പൊട്ടിച്ച് സ്നാച്ച് ചെയ്ത് പോയി. ബാക്കിയെല്ലാം സ്ത്രീകളെ കൊണ്ടുപോയിട്ടുണ്ട്, റേപ്പ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കേസ് ഏതായിരുന്നു? ഫസ്റ്റ് കേസ് ഒരു ലീലാമ്മ എന്ന് പറഞ്ഞിട്ട് ഈ പേരാവൂര് ഒരു കോറിയിൽ, കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീയെ കൊണ്ടുപോയി, ആ സ്ത്രീയുടെ തിരോധാനമാണ്. ഈ 7 സ്ത്രീകൾ എന്ന് വെച്ചാൽ നാടിന്ന് കാണാതാവുകയാണ്. ഒരു 2-3 വർഷത്തിനിടയിലായിട്ട് ഒരു 7 സ്ത്രീകൾ അവരുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് രാവിലെ സാധാരണ പോലെ ജോലിക്ക് പോകുകയാണെന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, പിന്നീട് ഇവരെ കാണാതാവും. ഫസ്റ്റ് ലീലാമ്മയാണ്. ലീലാമ്മ ഈ കോറിയിലെ സാധാരണ തൊഴിലാളി. ഒരു ദിവസം രാവിലെ ഇതേപോലെ വീട്ടിൽ നിന്ന് പോയി, രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയി, പിന്നീട് ഇവർ തിരിച്ചു പോയി. പിന്നെ അവരെ കുറിച്ചുള്ള അന്വേഷണങ്ങളായി, വീട്ടുകാരായി, നാട്ടുകാരായി അന്വേഷണം നടത്തി കാണാതായി. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ ഇതേപോലെ തൊട്ടടുത്ത മറ്റൊരു കോറിയിൽ നിന്ന് മിസ് ചെയ്യാണ്. രാവിലെ ജോലിക്ക് പോകുന്നു, പിന്നീട് ഇവർ തിരിച്ചു വരുന്നില്ല. അപ്പൊ അങ്ങനെ 7ാമത്തെ സ്ത്രീ ഒരു മേരി ആയിരുന്നു. ആ മേരിയുടെ കാര്യത്തിൽ, മേരിയുടെ മകൻ അവിടുത്തെ ഒരു LP സ്കൂളിലെന്ന് വെച്ചാൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മേരി അന്ന് രാവിലെ പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് സ്കൂളിൽ എന്തോ സാധനം കൊണ്ടു കൊടുക്കുക, ഭക്ഷണം സാധനം കൊടുക്കാൻ വേണ്ടി പോയി. അവിടെ നിന്നാണ് ഇവര് പോകുന്നത്. മേരിയെ കാണാതെ ലീലാമ്മയിൽ തുടങ്ങി മേരിയിൽ എത്തി നിൽക്കുന്നു. മേരി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് എന്തോ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ നിന്ന് വെച്ചാൽ അമ്മ വരാൻ വൈകും, ഞാൻ ഇന്ന അങ്കിളിന്റെ കൂടെ പോവുകയാണ്, നാസർ അങ്കിളിന്റെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയിൽ നിന്ന് പോകുന്നത്.
അത് മാത്രമേ ഈ അമ്മയെ മിസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ ഇൻഫർമേഷനു. ആ ഇൻസിഡന്റിന് ശേഷം പോലീസ് നാസറിനെ ബേസിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഈ കുട്ടിയിൽ നിന്നിങ്ങനെ നാസറിൻ്റെ കൂടെയാണ് ഈ അമ്മ പോയത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇയാൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് കാസർഗോഡ് മറ്റെവിടെയോ കർണാടക എവിടെയൊക്കെയോ പോയി. പിന്നീട് ഈ കാസർഗോഡ് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഈ തെഫ്റ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ പ്രത്യക്ഷപ്പെടുക വീണ്ടും നാട്ടിലെത്തുകയാണ്. മേരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ 7 കൊലപാതകവും നടത്തിയ ഈ കഥാപാത്രം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. നേരെ കർണാടകയിൽ പോകുന്നു, പിന്നീട് കാസർഗോഡ് അവിടെ ഈ 16 വയസ്സുകാരന്റെ മാല പൊട്ടി. അതിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ചോദ്യം ചെയ്യലിലാണ്. ഈ മർഡറുമായിട്ട് ഈ പറഞ്ഞ ഈ സ്ത്രീകളൊക്കെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ചില ബന്ധം ഇയാൾക്കുണ്ട്. പക്ഷെ അന്നേരം 7 എണ്ണവും ഒരേ പ്രദേശത്ത് തന്നെയല്ലല്ലോ, പല പോലീസ് സ്റ്റേഷൻ പരിധികളിലല്ല. എല്ലാ ഇരിക്കൂർ പേരാവൂർ പോലീസ് സ്റ്റേഷൻ ഇവരൊക്കെ മേൽമുരുകോട് ഈ റീജിയനിലുള്ള കോറികളിൽ വർക്ക് ചെയ്യുന്ന സാധാരണ തൊഴിലാളികളാണ്. ഈ 2 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ 7 സ്ത്രീകൾക്കും എത്ര ഏജ് ഉണ്ടാവും? ഏകദേശം 40-45. അതാണ് ആ റേഞ്ച്. മധ്യവയസ്കരാണ്. 35 മുതൽ 44 വരെയുള്ള പ്രായത്തിലുള്ള അത്യാവശ്യം ആരോഗ്യമുള്ള സ്ത്രീകളാണ്. അതിൽ ചിലരൊക്കെ എന്ന് വെച്ചാൽ തൊട്ട അയൽവക്കത്തുള്ള ആളുകളോട് പോയിട്ട് സ്വർണ്ണമാല തൽക്കാലം പണയം വാങ്ങിച്ചിട്ട് ഞാനൊന്ന് തലശ്ശേരി പോകാനുണ്ട്, അല്ലെങ്കിൽ കണ്ണൂർ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇയാളെന്ന് വെച്ചാൽ ഈ സ്ത്രീകളായിട്ടെന്ന് വെച്ചാൽ പ്രേമബന്ധം നയിക്കുന്നു. പിന്നീട് അവരെ കൊണ്ടെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ സ്വന്തം സ്വർണ്ണം ഇല്ലെങ്കിൽ അവരുടെ ബന്ധുക്കടിയോ അല്ലെങ്കിൽ അയൽവാസിയുടെ സ്വർണം കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുക, പ്രേരിപ്പിക്കും, വാങ്ങിപ്പിച്ച് അതിനുശേഷം ഇവരെന്ന് വെച്ചാൽ നേരെ തലശ്ശേരിയിൽ കൊണ്ടുവന്ന് തലശ്ശേരിയിൽ പാരീസ് റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അവിടെ വെച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അതിനുശേഷം അവിടെ ചിത്രവാണി ടാക്കീസിൽ ഒരു 3 മണിക്ക് ഷോ, അന്ന് മാറ്റിനി ഉണ്ടല്ലോ, 3 മണിക്ക് ഷോവിന് കയറി ഒരു 5:30 കൂടി ടാക്കീസിൽ നിന്ന് ഇറങ്ങി നേരെ വിക്ടോറിയ ഹോട്ടൽ വരികയാണ്. ആ വിക്ടോറിയ ഹോട്ടലിൽ നിന്ന് അയാൾ ബ്രാൻഡി വാങ്ങിക്കും. എന്നിട്ട് ഈ വരുന്ന കുട്ടി കൊണ്ടുവന്ന സ്ത്രീയെയും ഇയാളും നേരെ ഇപ്പോഴുള്ള പാർക്ക് ഉണ്ടല്ലോ, പാർക്കിൻ്റെ താഴത്ത് ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമുണ്ട് താഴെ കൃഷ്ണനായർ വക്കീലിൻ്റെ ഒക്കെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വന്ന ആ ഏരിയ അവിടെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഞാൻ ഈ എവിഡൻസിൻ്റെ സമയത്ത് എന്ന് വെച്ചാൽ സൈറ്റ് വിസിറ്റ് നടത്തിയായിരുന്നു. അപ്പോൾ അതിലെന്ന് വെച്ചാൽ താഴെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇറങ്ങി കല്ലുകളൊക്കെ കൽപ്പടവുകൾ ഇങ്ങനെ ചവിട്ടി ഇറങ്ങിയിട്ട് താഴെ എത്തണം. താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പാറയുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് കിടന്നുറങ്ങാൻ, കുറച്ച് ആളുകൾ കിടന്നുറങ്ങാൻ സൗകര്യമുള്ള സ്ഥലം. ഈ കടൽ തീരത്ത് ജില്ലാ കോടതിക്ക് മുന്നിലാണിത്. മുന്നിലല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരും ഭാഗത്ത്. കൃഷ്ണനാരുടെ വീട്ടിന്റെ ഒക്കെ CV പാലസിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരും. അത് ഒരു കുറച്ച് ഡീപ്പായിട്ടുള്ള സീ ആണ് അവിടെ. CV പാർക്കിന്റെ താഴെ ഓപ്പോസിറ്റ് സൈഡ്, യെസ്, അവിടെയാണ്. കുറച്ച് ഡീപ്പ് സീ ആണ്. അപ്പൊ അവിടത്തേക്ക് ഇപ്പോൾ ഉള്ളവരെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്ന സംവിധാനം. ഇപ്പൊ അവിടെ പിന്നെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വെച്ചു, കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ അവിടെ ഒരു റെസ്റ്റോറന്റ് വന്നു. ഇപ്പൊ റെസ്റ്റോറന്റ് അകത്തൂടെ കയറിയിട്ട് വേണം ആളുകൾക്ക് താഴെ ഇറങ്ങി പോകാൻ, കടപ്പുറത്ത് ഇറങ്ങി പോകാൻ. അന്നതായിരുന്നില്ല. അന്നൊരു പ്ലെയിൻ സ്ഥലമാണ്. അവരുടെ ആളുകൾ ചവിട്ടി ഒരു റിമോട്ടായിട്ടുള്ള സ്ഥലം, അവിടെ ആൾക്കാർ കല്ലിൽ ചവിട്ടി താഴെ ഇറങ്ങണം. അങ്ങനെ ഈ സ്ത്രീകളൊക്കെ എന്നാൽ സന്ധ്യയോടുകൂടി അവിടെ എത്തിക്കും. അവിടെ വെച്ചിട്ട് ഇവർ സെക്ഷലായിട്ട് ബന്ധപ്പെടുന്നു, മദ്യം കഴിപ്പിക്കും, ബന്ധപ്പെടും. അതിനുശേഷം തലക്ക് കല്ലുകൊണ്ട് അടിച്ചിട്ട് കരിങ്കല്ലടിച്ച് കൊന്നതിന് ശേഷം നേരെ കടലിൽ തട്ടുക, നേരെ കടലിൽ കയറി. അതിൽ മേരി എന്ന് പറയുന്ന സ്ത്രീയുടെ ബോഡി കിട്ടിയത് നമ്മുടെ മുഴപ്പനങ്ങാട് കടപ്പുറത്ത് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ വേറെ മറ്റേ സ്ത്രീയുടെ പേരൊക്കെ പറയാം. 2 സ്ത്രീയുടെ ബോഡി മുഴപ്പനങ്ങാട് കടപ്പുറത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഒരാളുടേത് തലശ്ശേരി ഹോസ്പിറ്റലിന് പിൻഭാഗത്തുള്ള ബീച്ചിൽ. ഒരേ സ്ഥലം, ഒറ്റ സ്ഥലത്ത് വെച്ച്. ആ ഭാഗത്ത് സന്ധ്യയ്ക്ക് ശേഷം ആരും അങ്ങോട്ട് വരില്ല. അത്ര സെക്യൂർ ആയിട്ടുള്ള സ്ഥലമാണത്. ഒരാളും അവിടത്തേക്ക് ആരും ദൃഷ്ടിപ്പെടാത്തൊരു പ്രദേശമാണത്. അതൊരു സെക്യൂർ സ്ഥലമായിട്ട് കണ്ടു. അവിടെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് വെച്ചാൽ മാലകൾ കളവ് ചെയ്തിട്ടുണ്ട്. മാലയോ വളയോ മോതിരോ എന്തായാലും അതെടുക്കും. തലക്കടിച്ച് ഈ ആദ്യം ലൈംഗികമായി ബന്ധപ്പെടും. അത് സമ്മതപ്രകാരമാണ് നടക്കുന്നത്. അവിടെ പിടിവലിയൊന്നുമില്ല. അപ്പോഴത്തേക്കും മദ്യപിച്ചിരിക്കും ഇരുവരും. അവർ അബോധാവസ്ഥയിൽ അവിടെ തന്നെ കിടന്നുറങ്ങും. നേരെ തലയിൽ ഇവർ ഉറങ്ങിയെന്നതിന് ശേഷം, ഉറങ്ങിയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആണെന്ന് ബോധ്യപ്പെട്ട ശേഷം, മറ്റേ അങ്ങനെ കോൺഷ്യസ് അല്ലാതെ വരല്ലേ, ആ സമയത്ത് തലക്ക് കല്ലുകൊണ്ട് അടിക്കുക, കൊല്ലുക. കടലിലേക്ക് 7 പേരും ആയിരിക്കും ഒരേ സ്ഥലത്ത് വെച്ച് ഒരേ രീതിയിൽ. മേരിയുടെ സംഭവത്തിൽ തുമ്പ് ഈ ചെറിയ മകനാണല്ലോ, 4ാം ക്ലാസ് പഠിക്കുന്ന മകനിൽ നിന്നും തുടങ്ങുന്നു. ആ തുടക്കം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ മകനെന്ന് വെച്ചാൽ പറഞ്ഞ വിവരം വെച്ചിട്ട് പോലീസും നാട്ടിൽ അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. അപ്പം ഇത് സംശയം ബലപ്പെട്ടു. ഇദ്ദേഹം തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ അന്ന് കൊലപാതകം ചെയ്യപ്പെട്ടു എന്ന് ആരും വിശ്വസിക്കുന്നില്ല. മേരി നാസറും ഒളിച്ചോടി എന്നതായിരുന്നു ധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈമറി അന്വേഷണം നടത്തിയ അന്വേഷണം മേരിയുടെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്താണ്, ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് പിന്നെ ഒരു മകനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് ആളുകൾ അതിൻ്റെ അകത്ത് ആ ഭാഗത്തെ ശ്രദ്ധിച്ചില്ല. കാരണം അവർ ജീവിക്കട്ടെയെങ്കിലും
മേരിയുടെ ഈ മകൻ എന്ന് വെച്ചാൽ വേറെ ആരോ ബന്ധുക്കളാരോ ഏറ്റെടുത്ത് വളർത്തുന്ന രീതിയിൽ 4ാം ക്ലാസ്സുകാരനെ ബന്ധുക്കൾ ഏറ്റെടുത്തു. അമ്മ ഒരു നാസറങ്ങളുടെ കൂടെ ഒളിച്ചോടി നാട്ടുകാരും അങ്ങനെ നാസറും ബാക്കിയുള്ള സ്ത്രീകളും ഇതുപോലെ ആരുടെയൊക്കെയോ കൂടെ ഒളിച്ചോടി എന്ന രീതിയിലേക്ക് അതൊക്കെ എന്ന് വെച്ചാൽ ഈ 5-8 വർഷത്തിനിടയിൽ എന്ന് വെച്ചാൽ അവരൊക്കെ മറക്കുക, നാട്ടുകാർ മറക്കുക. അതിനുശേഷം പിന്നീട് എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നടന്ന് ഇങ്ങനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നും ഇങ്ങനെ മർഡർ നടത്തിയിട്ടുണ്ടെന്നും ഇയാളെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ശരിക്കും എവിടെയായി കുറ്റസമ്മതം? കാസർഗോഡ് പോലീസിനോട് കൊടുത്ത കുറ്റസമ്മതം. അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം ഈ പോലീസിനെ ബന്ധപ്പെട്ടപ്പോ പോലീസിൽ നിന്ന് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടാവും. ഹിന്റ് കിട്ടി. അപ്പൊ പിന്നെ ആ പോലീസ് മുറയിൽ ഇയാൾക്ക് പറയേണ്ടി വന്നു ഞാൻ മനസ്സിലാക്കി. പോലീസ് മുറയിൽ പറയേണ്ടി വന്നു, വളണ്ടറി ആയിട്ട് പറഞ്ഞതല്ല, പറയേണ്ടി വന്നപ്പോ ബാക്കിയുള്ള പിന്നീട് എന്താ വെച്ചാൽ ഈ പറഞ്ഞ സ്ത്രീകളുടെ ഒക്കെ സ്വർണം തലശ്ശേരിയിലും അതുപോലെ കണ്ണൂരായിട്ട് പല ജ്വല്ലറി ഇയാൾ വിറ്റിട്ടുണ്ട്. അതൊക്കെ സീസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ 7 സ്ത്രീകളുടെയും സ്വർണ്ണാഭരണങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാരുടെ സ്വന്തമുണ്ട്, അല്ലാത്ത ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ അയൽവാസികളോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇയാളെ വെച്ച് അന്വേഷണം നടത്തി കണ്ടുപിടിച്ചപ്പോൾ ഈ 7 പേരും കൊലവേപ്പെട്ടതാണെന്നും അതിൻ്റെ അകത്ത് 3 പേരുടെ മാത്രമേ ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ലീലാമ്മ, മേരി, പിന്നെ ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ പേര് എനിക്ക് കൃത്യമായി ഓർക്കാൻ സാധിക്കും. 7 പേരുണ്ട്. അപ്പൊ ഈ മേരിയുടെ കൊലപാതകം നടത്തിയതായിരിക്കുമല്ലോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൃത്യമായി അതെങ്ങനെയാണ് ആ കൊലപാതകം എങ്ങനെയാ ശരിക്ക് നടത്തി? ഇവൻ എങ്ങനെയാ അത് പറയുന്നത്? മേരി എങ്ങനെയാണ് അത് രാവിലെ അല്ല മേരിയോട് ഇവൻ എങ്ങനെയാ പ്രണയം, എങ്ങനെയാ അതിന്റെ ഒരു ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണോ ഇവരെല്ലാം? അല്ലല്ല, 7 പേരും പല ക്വാറികളിലായിട്ടാണ്. ഒരു ക്വാറിയല്ല, അവിടെ നിരവധി ക്വാറികളുണ്ട്. ആ പല ക്വാറികളിലുമായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. എല്ലാ ക്വാറിയിലും ഇയാളെന്ന് വെച്ചാൽ ഇയാൾ കോൺട്രാക്ടല്ലേ, ലോറി ഡ്രൈവർ ആണല്ലോ. അപ്പൊ ഓരോ ക്വാറിയിൽ എന്ന് വെച്ചാൽ കല്ല് സ്റ്റോക്ക് ആകുമ്പോൾ ഇയാൾ എടുക്കും, കൊണ്ടുപോകും. എല്ലാ ക്വാറിയും ഒരേ സമയത്ത് കല്ലുണ്ടാവില്ല. അപ്പൊ കല്ല് കിട്ടുന്ന സമയത്ത് ആ ക്വാറിയിൽ പോവും. അപ്പോൾ ലോഡിങ് തൊഴിലാളികളാണ് ഈ സ്ത്രീകൾ. അപ്പോൾ അവിടെ നിന്ന് അവരുമായിട്ട് സ്നേഹത്തിലാവും. അങ്ങനെ ഒരു മാസം ഒരേ സമയത്ത് തന്നെ 2-3 സ്ത്രീകളൊരു പ്രണയത്തിലാണ്. കാരണം പല ക്വാറികളിലുള്ള അങ്ങനെയാണ് ഈ ഒരു 4-5 മാസം കൊല്ലങ്ങൾക്കുള്ളിൽ ഇയാൾക്ക് ഇത്രയും ആളുകളുമായിട്ട് എന്താ വെച്ചാൽ ബന്ധം വരാനും ഇവരൊക്കെ കൊണ്ടുപോകാൻ സാധിക്കാനും കാരണമാണ്. അപ്പോൾ മേരിയുടെ മകൻ ഈ പറയുന്ന ഈ അങ്കിളിനെ, ഈ നാസർ അങ്കിളിനെ മേരിയുടെ മകൻ അറിയാമോ? മകൻ കാണുന്നു. അന്ന് അമ്മേൻ്റെ കൂടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെ സ്കൂളിൽ വന്നു. പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഈ കുട്ടീനെ ഇയാളെ കാണിച്ച ആ നാസർ കാണിച്ചിരുന്ന ഐഡന്റിഫൈ ആണ്. ഐഡന്റിഫൈ ചെയ്തു. കാരണം അമ്മേനെ അവസാനം അവർ കൊണ്ടുപോകുന്ന ആളല്ലേ, അമ്മയുടെ കൂടെ അവസാനം അവർ കാണുന്നൊരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് കുട്ടിയുടെ മനസ്സിലായി മൈൻഡിൽ ഉണ്ടായിരുന്നു. വേറെ എവിടെയും അങ്ങനെ ഒരു തെളിവ് ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നും ഉണ്ടായി. ഇത് മാത്രം ഇതെല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ 3 മണിക്കെത്തി മാറ്റിനിക്ക് പോയി, ചിത്രവാണി പോയി, മോഡസ് ഓപ്പറേറ്റ് ഒരേ രീതിയിലാണ്. രാവിലെ 8 മണി സമയത്ത് 8:30 മണി സമയത്ത് അവിടുന്ന് പുറപ്പെടും. എന്നിട്ട് നേരെ എന്ന് വെച്ചാൽ ബസ് കയറി തലശ്ശേരി വരും. അവിടെ തലശ്ശേരി കുറച്ച് ബീച്ചിലോ പാർക്കിലോ എവിടെയും കയറിക്കും. അതിന് ഉച്ചയാകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴായി പാരീസ് പോകും. ആ പാരീസ് നേരെ ചിത്രവാണി ടാക്കീസിൽ ബിരിയാണി കഴിച്ച ശേഷം ചിത്രവാണി ടാക്കീസ് പോകും. ചിത്രവാണി ടാക്കീസ് നേരെ എന്ന് വെച്ചാൽ വിക്ടോറിയ ഹോട്ടലിൽ വരും. ഹോട്ടലിൽ നിന്ന് ബ്രാൻഡി വാങ്ങിച്ചിട്ട് നേരെ പോയിട്ട് കടലിന്റെ ഈ മേരിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ ദിവസവും ഇതേ ലെവലിൽ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാം ഒരേ മോഡസ് ഓപ്പറേണ്ടി വൺ ആൻഡ് സെയിം. പക്ഷെ ചില ദിവസങ്ങളാണ് പുറപ്പെടുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവും. ഫസ്റ്റ് ബസ് അല്ല സെക്കൻഡ് ബസ്, 8:30 ബസ് അല്ലെങ്കിൽ 9:00, അങ്ങനെ ഒരു ആ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 7 പേരുടെയും തെളിവുകൾ ഈ 3 പേരുടെ ബോഡി മാത്രമാണോ ഒന്ന് പിന്നെ ഇത് കണ്ടുപിടിച്ചത്? 3 പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതിന്റെയൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സ്വഭാവം, റിപ്പോർട്ടിന്റെ അകത്ത് ഇഞ്ചുറി എല്ലാത്തിനും തലക്കാണ്. എല്ലാ ആളുകൾക്കും തല ചെതറിപ്പോവാണ്. തലക്ക് പിന്നെ കല്ലുകൊണ്ട് അടിച്ചിട്ടുള്ള ഇതാണ്. ആ വെപ്പൺ അയാളെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വെപ്പൺ സീസ് ചെയ്തു. ആ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആരും പോവാത്ത പ്രദേശമല്ലേ. പക്ഷെ അതിൽ ബ്ലഡ് സൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബ്ലഡ് സൈൻസ് ഉണ്ട്. പക്ഷെ കല്ല് പോലീസ് സീസ് ചെയ്തു. അത് കോടതി തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്, ആ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് ഈ മർഡർ നടത്തിയിട്ടുണ്ടാകുക എന്ന് പോലീസ് ഡോക്ടറുടെ നിഗമനം വന്നു. ഡോക്ടർ പോസിബിലിറ്റി ഓഫ് ഡെത്ത്, പിന്നെ ഇഞ്ചുറി ശരീരത്തിൽ തലക്കുള്ള മുറിവ്, വേറെ ശരീരത്തിന്റെ ഭാഗത്ത് മുറിവ്, എവിടെ ഇഞ്ചുറി ഒന്നുമില്ല. അതിനകത്ത് മേരിയെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെന്ന് വെച്ചാൽ ഒരു മൈനർ ഇഞ്ചുറി, അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ മൈനർ ഇഞ്ചുറികളായി പറഞ്ഞിട്ടുണ്ട്. വേറെ ആരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ബാക്കിയുള്ള 2 പേരുടെയും റേപ്പല്ല സംഭവം. എല്ലാ അർത്ഥത്തിലും ഇയാള് ഉഭയസമ്മതപ്രകാരമാണ് എല്ലാം നടന്നിട്ടുള്ളത്. ഇയാൾ എങ്ങനെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നു എന്നുള്ളത് എങ്ങനെയാണ്? നിങ്ങളത് എന്തായാലും കുറെ ദിവസം വിചാരണ നീണ്ടു നിന്നിട്ടുണ്ടാവും. ഈ കഥാപാത്രത്തിന്റെ ഒരു ബാല്യം, കൗമാരം ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു ബോൺ വിത്ത് ക്രിമിനൽ മൈൻഡ് എന്നില്ല നമ്മൾ പറയാം. അത്തരം ആളുകളെ നമ്മൾ അസസ് ചെയ്യുന്ന രീതിയാണ് ബോൺ വിത്ത് ക്രിമിനൽ മൈൻഡ്. അപ്പൊ അതിന്റെ അകത്ത് ഇദ്ദേഹത്തിന്റെ എന്ന് വെച്ചാൽ ഒന്ന് കളവ് ചെയ്യാന്നുള്ളതാണ്. ഗോൾഡ് ഇയാളുടെ വീക്ക്നെസ് ആണ്.
അപ്പോൾ കളവ് ചെയ്യാനുള്ള പർപ്പസിലാണ് ഇയാളെന്ന് വെച്ചാൽ ഈ സ്ത്രീകളൊക്കെ അലക്കുന്ന കാര്യം. ഓൾറെഡി ഒരു ലോറി ഡ്രൈവറാണ്, അവിടെ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, ഡ്രൈവർമാർക്ക് നല്ല പൈസ. പിന്നെ ഇയാളെന്ന് വെച്ചാൽ പെണ്ണൊരു വീക്ക്നെസ് ആയിരുന്നു. പെണ്ണ് ഒരു വീക്ക്നെസ് ആണ്, സ്ത്രീകൾ ഒരു വീക്ക്നെസ് ആണ്, പിന്നെ നന്നായി മദ്യപിക്കും. അയാള് ചെറുപ്പകാലത്ത് മറ്റു കേസുകളിൽ പെട്ടതായിട്ട് വേറെ കേസുകളിലായിട്ട് അറിയില്ല. ഇയാളുടെ ഫസ്റ്റ് കേസ് ഏതാണ്? നിങ്ങൾ എന്തായാലും 7 കേസ് ഒരുമിച്ച് വന്നല്ലോ. ഫസ്റ്റ് കേസ് ഇതാണ്, ഈ പറഞ്ഞ തെഫ്റ്റ് കേസിലാണ് ആദ്യമായിട്ട് ഇയാൾ കൊടുക്കുന്നത്. അറസ്റ്റിലാകുന്ന അതല്ലാതെ വേറെ ഡിറ്റക്ഷൻ ഇല്ല. വേറെ കേസുകൾ ഇയാൾക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടില്ല, വേറെ ഡിറ്റക്ഷൻ. വേറെ എന്തൊക്കെ ജോലികളായി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ഡ്രൈവർ ആദ്യം ലോറി ക്ലീനർ ആയിരുന്നു, കാസർഗോഡ് ഏതോ ഒരു ലോറി ബസ്സിൽ ക്ലീനർ ആയിരുന്നു. പിന്നീട് ലോറിയിലേക്ക് മാറി. ആ ലോറിയിലേക്ക് മാറിയ സമയത്താണ് ലോറി ഡ്രൈവിംഗ് പഠിക്കുന്നത്. അതിനുശേഷം പിന്നെന്താ വെച്ചാൽ വേറെ ആടെയോ, ഇയാളുടെ സ്വന്തം ലോറിയല്ല, ഇയാളുടെ ഡ്രൈവറായിട്ട് ചുമതല വെച്ചിരുന്ന വെച്ചാൽ ഈ ഇരിട്ടി ഭാഗത്തുള്ള ഏതോ 1-2 ലോറിക്കാരൻ. ഈ കാസർഗോഡുകാരൻ എങ്ങനെ ഇരിട്ടിയിൽ എത്തിപ്പെടുന്നു? ഡ്രൈവർ എന്നല്ല, കാരണം സാധാരണ ഈ കോറികളിൽ കുറച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനാണ് വേണ്ടത്. നല്ല വിൽ പവർ, നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സ്പേർട്സ് ആയ ഡ്രൈവേഴ്സ് എന്ന് വെച്ച് ചൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇയാൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഇയാൾ കോറിയിൽ തന്നെ എന്ന് വെച്ചാൽ ക്ലീനായിട്ടൊക്കെ വർക്ക് ചെയ്താണല്ലോ കോറി ലോറിയിൽ. അപ്പോൾ ആ രീതി കോറി ബേസ്ഡ് ആയിട്ട് ഇയാൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്, കോറിയിൽ ലോറി കൊണ്ടുപോയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആളുകൾ വിളിക്കും. ഇയാളുടെ സർവീസ് അത്യാവശ്യമാണ്, കാരണം എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ കിട്ടില്ല. നല്ല സ്ട്രോങ് ബിൽഡായിരുന്നു, നല്ല ടോളാണ്, നല്ല ഹൈറ്റ് ഉണ്ട്, അധികം തടിയൊന്നുമില്ല, പക്ഷെ ഒരു ആവറേജ്. ഒരു ആവറേജ്. കാരണം സ്ത്രീകൾ ഇഷ്ടപ്പെടാത്ത നേച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് എല്ലാവരുടെയും മരണത്തിലേക്ക് സ്ത്രീകളൊക്കെ എന്ന് വെച്ചാൽ വെറും പാവങ്ങളായിരുന്നു. അതല്ലെങ്കിൽ ഭർത്താക്കന്മാരായിട്ട് പിരിഞ്ഞോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ചതായ സ്ത്രീകൾ 7 പേരും ചൂസ് ചെയ്തിരിക്കുന്ന അത്തരം ആളുകളാണ്. ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ്. കോറിയെന്ന് മനസ്സിലാക്കും. കോറിയെ കല്ലിലോടിയാൻ വേണ്ടി വരുമ്പോൾ ഈ ഡ്രൈവറും ഈ പറഞ്ഞ ഒരു സ്ത്രീയും അല്ലെങ്കിൽ 2 ആളുകളിലേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരാൾ കല്ല് പിടിച്ചു കൊടുക്കും, മറ്റേ ആള്. അപ്പൊ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇയാൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാൽ പോലും ലോറി ഡ്രൈവറിന് ഇയാൾ സപ്പോർട്ട് നടന്ന് എടുത്തു നോക്കും. ആ രീതിയിൽ ഇവരായിട്ട് എന്താ വെച്ചാൽ വർത്താനം പറഞ്ഞ് എടുത്ത് അങ്ങനെ സ്നേഹത്തിലേക്ക് എത്തുകയാണ്, സൗഹൃദം സ്ഥാപിക്കും. അത് പോലീസിന് ചോദ്യം ചെയ്യപ്പോൾ ഒരേ സമയത്ത് 3 പേരെയൊക്കെ പ്രേമിച്ചിട്ട് ഇയാളുടെ പരിധിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ 3 പേരുമായിട്ടും അവരെ വീട്ടുപരിസരത്ത് വെച്ചോ അല്ലെ പുറത്തുമായിട്ട് എന്താ വെച്ചാൽ ഫിസിക്കലായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. കൊല്ലാൻ തീരുമാനിച്ചാൽ മാത്രമേ ടാർഗറ്റ് ചെയ്യും. ആ സമയത്ത് മാത്രമേ ഇയാൾ ഗോൾഡ് കൊണ്ടുവരാൻ പറയുന്നുള്ളൂ. അതുവരെ ഇവർ തമ്മിലുള്ള പ്രണയമുണ്ട്, ലൈംഗിക ബന്ധമുണ്ട്, സ്നേഹമുണ്ട്, കൈമാറലുകളുണ്ട്, സ്നേഹം കൈമാറൽ എല്ലാം ഉണ്ട്. 1.5 വർഷം 3 വർഷം ഒക്കെ നല്ല പ്രണയത്തിൽ കൊണ്ടുനടന്ന സ്ത്രീകളുടെ കൂട്ടത്തില്. അപ്പൊ അവർ ഇയാളെ അന്ധമായിട്ട് വിശ്വസിക്കും. അപ്പൊ സാധാരണ കൂട്ടി കൊണ്ടുപോകുന്ന പോലെ അന്ന് കുറച്ചും കൂടി ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം കൂട്ടിയിട്ട് പോകുന്നു. ആ വ്യത്യാസം ആ സ്ത്രീകളെ സംബന്ധിച്ച് വരുമ്പോൾ ആ വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിനു മുമ്പും കൊണ്ടുപോയിട്ടുണ്ടാകാം, പക്ഷെ തലശ്ശേരിയോ ഈ ചിത്രവാണിയിലൊന്നും വരുന്നില്ല. പക്ഷെ ചിലപ്പോൾ നിയർ ബൈ ഏതെങ്കിലും സ്ഥലത്ത് പോകും, ചിലപ്പോൾ ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ആ രീതിയിൽ പലപ്പോഴും കൂടെ പോയ സ്ത്രീകളാണ് പിന്നീട് ഈ വിക്ടിംസ് ആയി മാറുന്നത്. ഇവന്റെ ഒരു ബാല്യകാലം എങ്ങനെയാണ്? നിങ്ങൾ അതൊന്നും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഇല്ല, അത് ഇയാൾക്ക് അച്ഛനും അമ്മ ഒന്നും കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മാതാപിതാക്കൾ അങ്ങനെ ബന്ധമുണ്ടായിരുന്നില്ല, ചെറുപ്പത്തിലെ അവന്റെ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ. കാരണം അച്ഛൻ വെള്ളടിക്കാരനായിരുന്നു, പിന്നെ ഒരു ഫാദർ മാത്രം നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. പിന്നെ അയാൾക്കൊരു ബ്രദർ ഉണ്ടെന്നാ പറഞ്ഞത്, ഒരു ഏട്ടനുണ്ട്. അയാളുടെ നാട്ടിൽ എന്തോ കൂലി പണിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളാണ്. വേറെ ഇയാൾ മാരീഡ് അല്ല, അങ്ങനെ വേറെ കെട്ടുപാടുകളോ ബന്ധങ്ങളോ ഒന്നും. കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഒരാളാണെന്ന രീതിയിലാണ് ഒറ്റയാനായി ജീവിച്ചതാണ്. ഒറ്റയാനായിട്ട് ഇങ്ങനെ കഴിയുന്ന ഒരാളായിരുന്നു. ഇയാളുടെ കേസ് ഫയൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ആദ്യത്തെ മർഡറിന്റെ മേരിയുടെ കഥയാണല്ലോ പറയുന്നത്. മേരിയുടെ കഥ എങ്ങനെയാണ് ശരിക്കും? ഇവര് പ്രണയത്തെ കുറിച്ചും അന്വേഷണത്തിലൊക്കെ പോലീസ് കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ കടന്നു വരുന്നത്? എല്ലാം ഒരേ പാറ്റേൺ ആണെങ്കിലും ചില കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ ഫയലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ. അതിനകത്ത് ഈ കുട്ടി എന്നാ വെച്ചാൽ ഇപ്പോൾ ആ ഒരു ദിവസം മാത്രമേ കാണുന്നുള്ളൂ. എങ്കിലും പലപ്പോഴും അമ്മയുടെ വായിന്ന് ഈ അങ്കിളിനെ പറ്റിയിട്ട് നാസറങ്ങളുടെ പോകുന്നു, നാസറങ്ങൾ വരും. ആ ഒരു നാസറങ്ങളുടെ പേര് പലപ്പോഴായിട്ട് എന്താ വെച്ചാൽ മേരിയുടെ വായിന്ന് ഈ കുട്ടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് നാസറങ്ങളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ കുട്ടി എന്താ വെച്ചാൽ അത് മൈൻഡിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവസാനം നാസറങ്ങളിലൂടെ പോയതെന്ന് പറഞ്ഞു. നാസറിലേക്ക് കുട്ടി അത്ര കൃത്യമായിട്ട് ഓർമ്മിക്കുന്നതും നാസറങ്ങളാകാം അമ്മയെ കൊണ്ടുപോയത് എന്ന് ഉറപ്പിക്കുന്നതിന് കാരണം ഈ നേരത്തെയുള്ള അമ്മയുടെ വായി എന്ന് പറയുന്ന റെഫറൻസ് ആണ്. അപ്പൊ ഈ സ്ത്രീയായിട്ട് 1-2 വർഷം മുൻപ് തന്നെ ഈ പ്രണയം ഇഷ്ടം വരുത്തുകയും പിന്നെ അമ്മയുടെ മനസ്സിലെന്ന് വെച്ചാൽ ഈ നാസറങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ മോനോട് പലപ്പോഴായിട്ട് അമ്മ സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ നാസറങ്ങളുണ്ട്, നാസറങ്ങൾ ചെയ്യും, നാസറങ്ങളോട് പറയാം എന്നൊക്കെ. കുട്ടിയുടെ ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും വരുമ്പോൾ നാസറങ്ങളോട് പറയാം,
കാരണം ഇയാളൊക്കെ തലശ്ശേരിയൊക്കെ ടൗണിൽ ബന്ധപ്പെടുന്ന ആളുകളല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളോ പുസ്തകമോ എന്തെങ്കിലും സാധനം വാങ്ങാനും വാങ്ങിക്കാൻ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെ അപ്പൊ ആ രീതിയിൽ റെഫറൻസ് ഈ കുട്ടികൾ ഈ ഇവിടെ അമ്മയുടെ വായെന്നും വരാറുണ്ട്. ഈ ചെറിയ മോനെ നിങ്ങൾ വിസ്തരിച്ചിരുന്നു. എന്താണ് അയാൾ എന്താ വെച്ചാൽ ഈ കുട്ടി എന്താ വെച്ചാൽ അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് സ്കൂളിൽ വിസ്തരിക്കുന്ന സമയത്ത് അന്ന് 4ാം ക്ലാസ് പഠിക്കുന്ന ഈ സംഭവം നടക്കുന്ന സമയത്ത് 4ാം ക്ലാസ് പഠിക്കുകയാണ്. പിന്നെ 9th-ലോ 10th-ലോ പഠിക്കുന്ന സമയത്താണ്.